ഇറച്ചി വരട്ടിയതിൻ്റെ അതേ ടേസ്റ്റിലൊരു ചേന വരട്ടിയതാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചേന വരട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചേന ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. ഇറച്ചിയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചേനയുടെ പകുതി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴറ്റി ഒന്ന് പാകമാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി വഴറ്റി വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ അത്രയും മസാലപ്പൊടികളാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. എല്ലാ മസാലപ്പൊടികളും ഒരു ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിട്ടോ. മസാലപ്പൊടിയുടെ പച്ച സ്മെല്ലൊന്ന് പോയതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ട് ആ എണ്ണ തെളിയുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചേന പീസസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം ചേന അത്യാവശ്യം നല്ലപോലെ വേവണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചേന നന്നായിട്ട് വേവും. കൂടുതൽ വേവിക്കൊന്നും വേണ്ട. ഒരു 2-3 വിസിൽ വെച്ചാൽ തന്നെ നല്ലപോലെ വേവും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് 2-3 വിസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുന്ന സമയത്ത് ചേന അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ഒന്ന് വെന്താൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് കളർ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തക്കാളി നല്ലപോലെ പേസ്റ്റാക്കി അരച്ചതും കൂടി ചേർത്തിട്ട് വെള്ളം വറ്റി എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കട്ടോ. എന്നിട്ട് ഈ എത്ര വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് എത്ര വേണം, എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. നല്ല വെള്ളം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല പോലെ വറ്റിച്ചെടുക്കാം. നമ്മൾ ബീഫ് വരട്ടുന്ന പോലെ തന്നെ. അതല്ല കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സെർവ് ചെയ്യട്ടോ. ഈ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് തന്നെ ഫ്രഷ് ആ ചൂടോട് കൂടി തന്നെ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് വരട്ടിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ.